നമുക്ക് നല്ലൊരു ചിക്കൻ കറി വയ്ക്കാം. ആദ്യം നമ്മൾ ചിക്കൻ നന്നായി കഴുകിയെടുത്തിട്ട് അതാദ്യം ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിലേക്ക് കഴുകിയെടുത്ത ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ ചിക്കനിൽ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് വേണ്ട ഗ്രേവിക്കുള്ള ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാം. ചിക്കൻ കറിയിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 5-6 ഏലക്കായ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ പാൻ ചൂടായി, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. നാല് പച്ചമുളക് നടുവ് കറി ലീവ്സ്, 4 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, സവാള നന്നായി വഴന്ന് വരണം, അതുവരെ നമുക്ക് വയ്ക്കാം. സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾ, ആവശ്യത്തിന് ഉപ്പ്, എല്ലാം നന്നായി യോജിപ്പിക്കും. രണ്ട് തക്കാളി ചേർക്കും. ഒരു 2 മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ചേർക്കും. നന്നായി മിക്സ് ചെയ്യാം. ഏലക്കായും പെരിഞ്ജീരകം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ കുരുമുളക്, നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ചിക്കൻ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ കറി നോക്കാം.
വെള്ളം കൂടി തെളിഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഗ്രേവിക്ക് വേണ്ടി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇടയ്ക്ക് വന്ന് കറി ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്കാവട്ടെ. ലാസ്റ്റ് നമ്മൾ ഗരം മസാല പൗഡർ, ഒരു സ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഗരം മസാല പൗഡർ ലാസ്റ്റ് ചേർക്കുമ്പോൾ ശരിക്കും നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ ലാസ്റ്റായിട്ട് കറിവേപ്പില. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യും. നമ്മുടെ ചിക്കൻ കറി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കറി തന്നെയാണ്. ജസ്റ്റ് എല്ലാവരും എക്സ്ട്രാ എന്ന് പറയുന്നത് നമ്മൾ ഏലക്കയും പെരുംജീരകം ഒന്ന് വറുത്ത് പൊടിച്ചിട്ടു. എന്തൊരു ഡിഫറെൻറ്റ് ഫ്ലേവർ തരും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.